السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സൂറത്തുൽ ഖസസ് ഇതിലെ രണ്ടാമത്തെ ക്ലാസ് ആയിട്ടുണ്ട്. 4 ആയത്ത് നമ്മൾ വിശദീകരിച്ച് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമും ഫിർഔനും മൂസാ നബി അലൈഹിസ്സലാമുടെ ശത്രുവായിരുന്ന ഫിർഔനും മൂസാ നബി അലൈഹിസ്സലാം പൊരുതിയ സംഭവം. ആ മൂസാ നബി അലൈഹിസ്സലാമുടെ 30 വർഷത്തോളം മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഫിർഔന്റെ കൊട്ടാരത്തിലേക്ക് എങ്ങനെയായിരിക്കുന്നത്? ആ വർഷത്തിൽ ജനിക്കുന്ന എല്ലാ ആൺമക്കളെയും കൊല്ലണുണ്ടും അവിടെ ആ റായത്തിൽ ബനു ഇസ്രായേലിന്റെ ഈ ഫാമിലി ഈജിപ്തിൽ 2 ഫാമിലിന്റെ ഞാൻ കഴിഞ്ഞത് വിശദീകരിച്ചിട്ടുണ്ട്. ആ ബനു ഇസ്രായേലിന്റെ ഫാമിലിയിൽ എല്ലാ ഔത്തും ഉണ്ട്. ഓന്റെ ആളുമാർ ഫിറഔന്റെ ആളുമാർ കർപ്പഞ്ചുമാർ ടെസ്റ്റാപ്പോയി. എന്നിട്ട് കർപ്പഞ്ചുമാർ ബന്ധപ്പ ആ കിടാവ് ആണോ പെണ്ണോ നോക്കി ആണാണെങ്കിൽ അപ്പം തന്നെ കൊല്ലുടെ. ഇതൊക്കെ എല്ലാ വ്യവസ്ഥയും ഏർപ്പാടാക്കിയിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ മഹാനായ മൂസാ നബി അലൈഹി സ്വലാം ജനിക്കുന്നു. മൂസാ നബി അലൈഹി സ്വലാം ഉമ്മ മൂസാ നബിയെ കയറുന്നത് അത് ഫിർഔന്റെ കൊട്ടാരത്ത് ആ കിടാവ് എത്തുന്നത്. മൂസാ നബിയെ ഉമ്മ തന്നെയായിട്ട് കിടാവ് പിന്നെ മുല കൊടുക്കുന്നത്. അപ്പൊ ഈ മുല കൊടുത്തത് ശമ്പളവും കൂടി മൂസാ നബിയുടെ ഉമ്മക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇത് മൂസാ നബി അലൈഹി സ്വലാം ഫിർഔന്റെ കൊട്ടാരത്തിൽ എങ്ങനെ എത്തി ആ സംഭവമായിട്ട് ഞങ്ങൾ വിവരിക്കുമ്പോണ്ട് ഇൻഷാ അല്ലാഹ് അതിന് മുന്നൊരു 2 ആയത്ത് നമ്മൾ വിശദീകരിച്ച് ആ ചരിത്രം ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വനുരീദു അൻ നമന്ന അലൽ ലദീന സ്തുദ്ഇഫു ഫിൽ അർദി വനജഅലഹും അഇമ്മതൻ വനജഅലഹുൽ വാരിദീൻ. അല്ലാഹു തആല ആ മിസ്ർ റായത്തിൽ ഈജിപ്തിൽ ബലഹീനന്മാരാക്കപ്പെട്ട ശക്തി കുറഞ്ഞ ആളുമാർ അങ്ക് ഞങ്ങൾ ഗുണം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചു. അതായത് ബനു ഇസ്രായേൽ. അങ്ങനെ കിബുത്തിങ് അതായത് ഫിറഔന്റെ കൂട്ടർ ഇങ്ങനെ പിന്നെ കീഴായി കണ്ട് എല്ലാ കഷ്ടത്തെ സ്വറം കല്ല് കൊടുക്കുന്നു. അങ്ങനത്തെ ഇങ്ങനെ അടിമകളെ പോലെ ഇങ്ങനെ സ്വറാക്കൊണ്ടിരുന്ന ആ ബനു ഇസ്രായേലിലുള്ള ആ ടീമുകൾ ഞങ്ങൾ നിഅമത്ത് ചെയ്യുവാനാണ് ഉദ്ദേശിച്ച അല്ലാഹുവേ. അങ്ങനെ ഞങ്ങൾ തുടരപ്പെടേണ്ട അയിമ്മത്ത് തുടരപ്പെടേണ്ട ആളുമാരാക്കുവാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ച. അങ്ങനെ ഞങ്ങൾ ഈ ഭൂമിയിൽ മിസ്റിൽ വാരത്തിരിങ്ങൾ അനന്തരാവകാശികൾ ഇതിൽ അനന്തരാവകാശികൾ മരിച്ചാൽ പിന്നെ സ്വത്തെടുക്കണമെന്നായിട്ട് വാരിത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ വാരിത്യങ്ങളാക്കുന്നുണ്ടെങ്കിൽ ഈ ഫിറഔന്റെ അധികാരത്തെ കാലത്തിൽ നിങ്ങൾക്ക് ഫ്രീഡം ഇല്ല, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, ഇങ്ങനെ അടിമകളെ പോലെ ഞാൻ കണ്ടോണ്ടില്ല. അപ്പൊ അങ്ങനെ ഭരിക്കുമ്പോൾ അങ്ങനെ അവന്റെ കയ്യിൽ അധികാരം പൊളിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആ ഭൂമിയിൽ സ്വതന്ത്രരായി നടക്കും. മിസ്റിലും ഷാമിലും നിങ്ങൾക്ക് സ്വതന്ത്രരായി നടത്തും. ഇങ്ങനെ ഞങ്ങൾ ഉദ്ദേശിച്ച അല്ലാഹുവേ. അപ്പൊ ഇങ്ങനത്തോളം കഷ്ടപ്പെട്ട ആളുമാറാം ഫിറഔന്റെ കീഴിൽ കഷ്ടപ്പാടുകൾ സഹിച്ചില്ല. ഇങ്ങനെ ഒന്ന് ഉന്നതി എത്തുവാട്ടണം, ഇങ്ങനെ ഭൂമിയിൽ തെളിഞ്ഞ് സ്ഥാനം കൊടുക്കണം ഞങ്ങൾ ഉദ്ദേശിച്ച അല്ലാഹു തആല വനുമക്കിന ലഹും ഫിൽ അർദി വനുരിയ ഫിറഔന വഹാമാന വജുനൂദഹുമാ മിൻഹും മാ കാനൂ യഖ്ദറൂൻ. ഇങ്ങനെ ഞങ്ങൾ അവിടെ അധികാരം കൊടുക്കും. ഫിറഔനും ഹാമാനും ഓന്റെ പോലീസുകാരും അങ്ങനെ പേടിച്ചതിരെ അങ്ങനെ കാട്ടിക്കൊടുക്കും ഞങ്ങൾ ഉദ്ദേശിച്ചു. അങ്ങനെ പേടിച്ചിട്ട് ഫിറഔന്റെ അധികാരത്തെ വലിച്ചെടുക്കുന്ന ഒരു കിടാവ് ജനിക്കുന്നുണ്ടല്ലേ, അതൊന്നും ഞങ്ങൾ കാട്ടിക്കൊടുക്കണം. അങ്ങനെ അധികാരത്തെ ഇല്ലാണ്ടാക്കിട ഒരു കിടാവ് ജനിച്ച് ആ വളർന്നതൊന്ന് കാട്ടിക്കൊടുക്കണോണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചാണ് അല്ലാഹു തആല ഈ ആയത്തുകളിൽ വിശദീകരിച്ചു. എന്നിട്ട് ചൊല്ലതാണ് മൂസാ നബി അലൈഹിസ്സലാം. ആ മൂസാ നബിക്ക് ഉമ്മ ജനനം കൊടുത്തതും പിന്നെ മൂസാ നബി അലൈഹിസ്സലാം വലിയ ആ സംഭവം എന്തായിരിക്കുന്നത്? ആ സംഭവം
ആ ചരിത്രം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിവരിക്കും. മൂസാ നബി അലൈഹിസ്സലാമുടെ ഉമ്മ അണ്ട് ഈ കറുപ്പുഞ്ചി പെണ്ണുങ്ങളുള്ള ടെസ്റ്റാട്ടോ ഫിറാവിന്റെ ആളുമാർ കടത്തണം അണ്ടത് പെറുപാട്ട പെണ്ണിങ്ങളിൽ നിന്നത്. അങ്ങനെ എല്ലാവരും കൂടി എല്ലാ ഔത്തവും കൊണ്ട് ലക്ഷക്കണക്കിൽ ആളുമാരില്ലേ, എല്ലാ ഔത്തവും കൊണ്ട് ആളുകൾ കറുപ്പുഞ്ചിമാറുള്ള ടെസ്റ്റാക്കി പെറുടെ സമയത്ത് അവിടെ സിയടി മാറുക അതെല്ലാം നോക്കിയുള്ളൂ എല്ലാ വായത്തും നിയമിച്ചത്. അപ്പോ കറുപ്പുഞ്ചി പെണ്ണുങ്ങളെ ടെസ്റ്റാക്കാനുള്ളത് ഈ കറുപ്പുഞ്ചി പെണ്ണിന് എവിടെതെല്ലാം പോണ ആ കറുപ്പുഞ്ചി പെണ്ണുങ്ങളെ ചെറുപ്പാട് പോണ്ട് പെണ്ണുങ്ങളെ ഫോളോ ആക്കണമെന്നുള്ളത് എന്തെങ്കിൽ അപ്പം തന്നെ ഒരു പോലീസ് കിടാവ് ആണോ പെണ്ണോ നോക്ക് ഇതൊക്കെയുള്ള എല്ലാ വ്യവസ്ഥയും അവൻ ഉണ്ടാക്കി വെച്ചിരുന്നു. മൂസാ നബി അലൈഹിസ്സലാമുടെ ഉമ്മയുടെ ടെസ്റ്റാക്കിയത് ഏനമ്മ ടെസ്റ്റാക്കിയിട്ടും അങ്ങനെ മൂസാ നബിയുടെ ഉമ്മ കറുപ്പുഞ്ചി തങ്ങൾക്ക് ബന്ധമായിട്ടില്ല. അങ്ങനെ ഭയവും കണ്ടോണ്ടുമില്ല. അത് അള്ളാഹുടെ കുതിരത്തായില്ല. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമുടെ ഉമ്മ പിറവുമുണ്ടായപ്പോ ഈ പെറുപ്പാട്ടമുള്ള പെണ്ണുങ്ങ മൂസാ നബി അലൈഹിസ്സലാമുടെ ഉമ്മമായിട്ട് സ്നേഹബന്ധമുള്ള പെണ്ണിനായിട്ട്, അതായത് മൂസാ നബിയുടെ ഉമ്മയുടെ ചങ്ങായി ചേർത്തിട്ട് മൂസാ നബിയുടെ പെറുപ്പാട്ടമുള്ള പെണ്ണുങ്ങൾ. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമുടെ ഉമ്മ പിറവ് ആ ടൈമെത്തിയപ്പോ മൂസാ നബിയുടെ ഉമ്മ ആലെ കടത്തി പെറുപ്പാട്ട പെണ്ണുങ്ങൾ വിളിക്കും. അങ്ങനെ ഇമ്മ വന്നിട്ട് ചെന്ത സംഭവം എന്നാണ് പെറുവ് മുട്ടായത്. അപ്പൊ ആ പെണ്ണുങ്ങൾ പെറുപ്പാട് വന്ന പെണ്ണുങ്ങളെ തെച്ചിട്ട് മൂസാ നബി അലൈഹിസ്സലാം മൂസാ നബിയുടെ പെത്തിട്ടാകുമ്പോ മൂസാ നബി അലൈഹിസ്സലാമുടെ കണ്ണിന്റെ ഇടയിൽ ഒരു പ്രകാശം ഇങ്ങനെ പുറപ്പെട്ട് ഒരു പ്രകാശം ഉറപ്പിച്ച ഇത് പെറുപ്പാട്ട് പെണ്ണ ആ ഫിറാവുടെ ടീമിൽപ്പെട്ട പെണ്ണുങ്ങളായിട്ട് കിടയണം. അയിമക്ക് ഇത് കണ്ടിട്ട് അവർ എല്ലാ അയിമയുടെ ഗണ്ടും എന്താക്കി തുറക്കം വിറച്ച് ശരീരത്തിലെല്ലാം കെണിപ്പുകൾ ഗണ്ടുകളാണ് ഇത് കണ്ടിട്ടാണ്. അപ്പൊ അയിമ മൂസാ നബി അലൈഹിസ്സലാമുടെ ഒരൊട്ടുള്ള സ്നേഹം ഈ കിടാവൊട്ടുള്ള പിരിസായി നമുക്ക് തോന്നും. കണ്ടപ്പോൾ പെത്തു ഉടനെ അയിമ ചെറുത്ത് മൂസാ നബിയുടെ ഉമ്മ നാണ് പറഞ്ഞത് പെറുപ്പാട്ടിട്ട് ആണെങ്കിൽ ആണ് കിടാവ് സൂചന കൊടുക്കും ഈ കിടാവിടെ കൊണ്ടുകല്ലേ. പക്ഷേ എൻ്റെ കൽബിൽ ഈ കിടാവിട്ടൊക്കെ മഹബത്ത് പോകുമ്പോയിട്ട് അതുകൊണ്ടിട്ട് നിന്റെ കിടാവിടെ എന്നെയും കൊണ്ടിപ്പാട്ടി വെച്ചില്ല അയിമ ചെറുത്ത് അതാ ഫിറാവുനും വാങ്ങും ബന്ധാൻ കൊല്ലു. അപ്പൊ ഈ പെണ്ണുങ്ങളുടെ പെറുപ്പാട്ട പെണ്ണുങ്ങൾ ഔത്രിഞ്ഞ് പോണ്ടത് അണ്ടന്റെ സീയടിങ്ങ കണ്ട ഒരാളെ വെച്ചിരുന്ന ഓരോ ഏരിയത്തിൽ. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഔത്തുകുണുണ്ടാവും. ഔത്തുകുണുണ്ടിട്ട് ഔത്തുകുണൂറുമ്പോ ഈ സീയടിക ഔത്ര മുട്ടെത്തുമ്പോത്ത് മോള് ചെന്നാല് മൂസാ നബിയുടെ ഉമ്മടെ പോലെ, അതായത് മൂസാ നബിയുടെ മൂത്തോൾ ചെന്നാല് ഏ ഉമ്മ ഇതാ സീയടിങ്ങ വന്നാല്. അപ്പൊ ഈ മൂസാ നബിയുടെ ഉമ്മക്ക് എതിരായിട്ട് കൊടുത്തില്ല. ഒരു കിടാവുടെ തുണിയിൽ പൊതിഞ്ഞിട്ട് അടുപ്പിലിട്ടിട്ട് അതിന് സീത വന്നത് വന്നിട്ടാകുമ്പോ ഈ പോലീസിലാണ് വന്നത് നോക്കിയാൽ നോക്കുമ്പോ മൂസാ നബിയുടെ ഉമ്മടെ കണ്ട എന്തും ഒരു വ്യത്യാസം കാണില്ല, പെത്തതുപോലെ ഒന്നും കാണില്ല. അപ്പൊ അങ്ങ് കേട്ടത് ലിമത്തിൽ ആ പെറുപ്പാട്ട പെണ്ണിങ് എന്തുകൂടെ വന്നേക്ക്. അപ്പൊ ചെന്ന് നന്റെ ഫ്രണ്ട്സ് അല്ല നന്റെ ചങ്ങായി അങ്ങനെ വന്നത് പറക്കറിയാനായിട്ട് വന്നത് അങ്ങനെയുള്ള പ്രവർത്തനമുള്ള ചങ്ങായിക്ക് പോയത്. അപ്പോഴത്തേക്ക് ഈ ഉമ്മക്ക് ബോധം പണ്ടേ ചെന്നെങ്കിൽ അപ്പ എന്തൊരു ഐഡിയ വന്നില്ല. കിടാവിടെ തുണിയിൽ പൊതിഞ്ഞിട്ട് അടുപ്പിട്ടിട്ട് ഈ വന്നത് ഇങ്ങനെ ഈ കവും തേഞ്ഞത് അടുപ്പിലാണെങ്കിലും തീ കത്തിക്കൊണ്ടുമുണ്ട്. അപ്പൊ ഇങ്ങനെ ഇത് ഗുരുത്തായിട്ടില്ല. അപ്പോ ഉമ്മക്ക് അസത്ത് പിന്നെ എന്തൊരാക്കിനെ ഈമക്ക് കൊന്നില്ല. അപ്പൊ ഈമ എന്താക്കിയിട്ട് മോലട്ടേക്ക് മോലെ കിടാവില്ല. അപ്പൊ നക്ക് കൊന്നില്ല മോലെ മൂത്തോളൂ മുസാനിബിലെ മൂത്തോളൂ ഇവിടെ നോക്കുമ്പോൾ ബുർബ് എടുക്കും. നോക്കും അടുപ്പിൽ നിന്നായിട്ട് ബുർബ് എടുത്ത് നോക്കുമ്പോൾ കിടാവ് എന്തുമായിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൽ തീ കിട്ടിട്ടാകുമ്പോൾ അള്ളാഹു തീരട്ട് ചൊന്നല്ലേ ഇബ്രാഹിം നബിയെ തടി തുടർന്ന് തീരാണ്. അതേപോലെ കൂടെ അത്ഭുതം സംഭവിച്ചത് മൂസാ നബി അലൈഹി സ്വലാമിൽ എന്തുമായില്ല.
അപ്പൊ ഈ കിടാവിടെ എടുത്തത്. പിന്നെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഉമ്മ ഫിറഔന് ആ കിടാവ് ജനിക്കുകയുള്ള കിടാവ് ജനിക്കുന്ന ഭയങ്കര ചെക്കിങ് കഴിഞ്ഞിട്ട് ഇത് പേടിച്ചപ്പോ അല്ലാഹു തആല മൂസാ നബിയുടെ ഉമ്മയുടെ കൽബുകളെ തോന്നിപ്പിച്ചു കൊടുത്ത എന്ത് ഒരു പെട്ടിയിലാക്കിയിട്ട് ആ പെട്ടിയിൽ നെയ്ൽ നദിയിൽ കിടാവ് ഇടണം. അപ്പൊ ഉമ്മയുടെ കൽബുകളെ തോന്നിപ്പിച്ചു കൊടുത്തതായിട്ട് ഉമ്മ എന്താക്കല് മിസ്റിലുള്ള, അതായത് ഈ ഫിറഔന്റെ ടീമിൽപ്പെട്ട ഒരു ആചാരം കൊണ്ട് പോയിട്ട് ഒരു പെട്ടി എടുത്തു. പെട്ടി എടുത്തിട്ടാകുമ്പോൾ കേൾക്കുന്നത് ഈ പെട്ടി എന്തിരിക്കുകയാണ്. അപ്പൊ ആചാരത്തോട് പെട്ടുവാക്കിയ പെട്ടി ആയിക്കോട്ടിട്ടാകുമ്പോൾ കേൾക്കില്ല ഇത് എന്തിരിക്കുന്നു. അപ്പൊ ചെന്ന് എൻ്റെ മോനും കൂടെ എനിക്ക് പേടിയാവും, ഞാൻ ആ കിടാവിടെ ഓണിപ്പാട്ടി വെക്കുമ്പോൾ. പക്ഷെ ഈമ കളവ് ചെന്നില്ല, നേരെ ചെന്നത്. പക്ഷെ ഓൻ പോയിട്ട് ഇതിൽ ചൊല്ലുവാണ്ടെന്ന് അയിമ വിചാരിച്ചിരിക്കാതെ ആ പെണ്ണിന് പോയത് ഈ ആചാരി പോയത് ആരോണ്ട അണ്ട് ദബ്ബാഹീങ്ങൾ ചൊന്നിട്ടോ നിയമിച്ചിട്ടില്ല. കിടാവ് പെറ്റ ആണെങ്കിൽ അപ്പൊ തന്നെ കൊല്ലുക പേനായി നിയമിച്ച ആത്മാവുള്ള അങ്ങനെ ഓടിട്ടായി എത്തിട്ടാകുമ്പോഴത്തോ ഓനക്ക് മറക്ക പറയുമ്പോൾ നാവ് പണ്ടിട്ട് കൈ കൊണ്ട് ഇങ്ങനെ എന്നുള്ള. അപ്പൊ അന്ന് രസമാണ് ഇന്ദ്രിച്ചോണ്ട് ഓനക്ക് 4 കൂട്ടിട്ട് കടത്തിയതാണ്. അങ്ങനെ വന്നിട്ടാകുമ്പോൾ സരി പലക്കരയെല്ലാം രണ്ടാമത് പോയിട്ടാകുമ്പോൾ നീ പാടെ പറഞ്ഞു പിന്നെ മാറ്റുകൂട് വേണ്ടി അതുകൊണ്ട് അടിച്ചിട്ട് ഉടലെത്തുമ്പോഴാണ് അതേപോലെ പലക്കരയെ പോകും. പിന്നെയും പോയാൽ അപ്പുറം അടിച്ചുകൂട് വേണ്ടിയത്. മൂന്നാമത്തെ വട്ടം പോയിട്ടാകുമ്പോൾ കണ്ണും കാണില്ല, നാവും കണ്ടില്ല. ഈ ഒരവസ്ഥയിലെത്തി തന്നു. അപ്പൊ പടച്ചവനെ ഞാനിത് ചൊല്ലത് പോണ്ടത് ശരിയല്ല. ആ കിടാവ് എന്തൊരു അത്ഭുതമാണ്. അതുകൊണ്ടിട്ട് എൻ്റെ കണ്ണിടെ കാഴ്ച തിരിച്ചു തന്നെങ്കിൽ നക്ക് പലക്കറേ ശക്തി തന്നിട്ടുണ്ടെങ്കിൽ നാം ഈ വിഷയം ആർക്കൊന്നും ചൊല്ലില്ല എന്ന് അയാൾ മനസ്സുകൊണ്ട് ദൃഢാക്കിയിട്ടാകുമ്പോൾ അല്ലാഹു തആല അയാളെ നാവും കണ്ണും തിരിച്ചു കൊടുത്തു. അങ്ങനെ ഉമ്മ വന്ന് ഈ പെട്ടിയൊക്കെ വന്ന് പെട്ടിയിൽ കിടാവിടെ ആക്കിയിട്ട് നെയ്ൽ നദിക്ക് കിട്ടും. നെയ്ൽ നദിക്ക് കിട്ടാകുമ്പോൾ അണ്ടത്തെ അവിടുത്തെ നദിയാക്കിയിട്ട് ഈ നെയ്ൽ നദിക്കുള്ള ഈ നദിക്ക് കിട്ടാകുമ്പോൾ ഈ കൊലക്ക് കിട്ടാകുമ്പോൾ ഫിറഔന് ഒരു മോളിന്നാണ്, ഒരേ മോളിൽ ഈ മോള് ഒരു വെള്ളപ്പാട് കൈക്കാലുകളുടെ ബെൽറ്റിലെ രോഗി ബുറസ് ചൊല്ലും കൈക്കാലുകൾ ബെൽത്തുന്നുണ്ട്. അങ്ങനെ അണ്ടത്തെ ഡോക്ടർമാരെല്ലാം ഫിറഔന് ഒരുമിച്ച് കൂട്ടി അങ്ങോട്ട് മറന്നരെ സംബന്ധിച്ച് കേട്ടിട്ടില്ല. അപ്പൊ അന്നെല്ലാവരും മറന്നതൊക്കെ ആക്കുക അതിൽ ശിഫാക്കും നൽകുണ്ടായി. അണ്ടത്തെ ജ്യോത്സ്യന്മാരെ ഒരുമിച്ച് കൂട്ടി അങ്ങോട്ടും കേട്ട. അപ്പൊ അന്നെല്ലാം കണക്ക് വെച്ചിട്ട് ചൊന്നത് ഈ കിടാവ് മറന്ന് പഠിക്കണമെങ്കിൽ ഇത് ഈ നെയ്ൽ നദിയുടെ ഭാഗത്തിൽ നിന്ന് ഈ മോളും ചില ആ നെയ്ൽ നദിയുടെ ഭാഗത്തിൽ നിന്ന് ഒരു മനുഷ്യരെ ഒരു ഇത് കിട്ടുന്നു. അപ്പൊ അയാള് ആ മനുഷ്യരുടെ തുപ്പുനീർ തോറ്റിയാൽ മാത്രമേ ഇതൊക്കെ ശിഫാവുകയുള്ളൂ. അത് ഇന്നാലിന്ന തിങ്ങൽ ഇന്നാലിന്ന ടൈം സൂര്യ ഉദിക്കുന്ന നേരത്ത്. അപ്പൊ അങ്ങനത്തെ ജ്യോത്സ്യന്മാരെല്ലാം അവർക്ക് കണക്ക് വെച്ചിട്ടുള്ളത്. അങ്ങനെ ആ ടൈം വെച്ചൊന്ന് ആ ടൈം ഉണ്ടല്ലോ, ആ ടൈമായപ്പോൾ ഫിറഔൻ നെയ്ൽ നദിയിൽ അവൻ ദഹിക്കുന്ന ഒരു ജാഗയുണ്ട്. അവിടെ വന്നത് വെച്ചാൽ കൂടെ ആളുണ്ട്, ആസിയ ബിൻത് മസാഹിബുണ്ട്. ആസിയ ബീവി ഫിറഔന്റെ പെണ്ണയായിട്ട് അയിമ ഈ ബനൂ ഇസ്രായേലിൽപ്പെട്ട പെണ്ണുങ്ങളായിട്ട് അയിമയുടെ ബലക്കാലത്തായിട്ട് ഭയങ്കരമായിട്ട് സ്വാലിയത്തായ പെണ്ണായിട്ട് ആസിയ ബീവി. അപ്പൊ ഈ ആസിയ ബീവി കൂടെ ഉണ്ട്. ഫിറഔന്റെ മോലെ ചങ്ങായിച്ചുമാറും ഉള്ളത് അങ്ങെല്ലാം ഒട്ടുക്ക് വന്നത്. എന്നിട്ട് ഈ നെയ്ൽ നദിയിൽ തന്നിരിക്കുന്ന കൽച്ചോണ്ടുള്ളത്. ഈ കൽച്ചോണ്ടിക്കുമ്പോൾ ഫിറഔൻ അവിടെ അർത്ഥം ധരിച്ചിട്ടുള്ള ഒട്ട് ആസിയ ബീവി ധരിച്ചിട്ടുണ്ട്. ഓന്റെ പോലീസുകാരും മിലിറ്ററിക്കാരും ഉള്ളത്. അങ്ങനെ ഇതായി കുട്ടിക്കുമ്പോഴത്തായിട്ട് ഈ ഒരു മരത്തെ കൊലലുള്ള ഒരു മരത്തെ ഇതിക്ക് ഒരു പെട്ടി ഒന്നിരിക്കണം. അപ്പൊ ഫിറഔൻ ചെന്ന അത് അവിടെ ഒരു പെട്ടി കാണെ മരത്തിൽ പിടിച്ചിട്ട് വേഗം പോകണം. അങ്ങനെ ഞാൻ ധോണിയിലെല്ലാം പോയി ഓടത്തിൽ പോയി അതിൽ എടുത്തോണ്ട് വന്നത് ഫിറഔന്റെ വിളിച്ചത്. എന്നിട്ട് ഈ പെട്ടി ഓപ്പണാക്കി നോക്കിയാൽ എങ്ങനെ ആകുമ്പോഴത്തേക്ക് ഓപ്പണാക്കുക അവിടെ ഇല്ല, സാധ്യമേ. ആസിയ ബീവി ഇതിനെ നോക്കി. ആസിയ ബീവി ഈ പെട്ടിയുടെ ഇടയില്
അയിമക്ക് ഈ കിടാവിൽ നിന്ന് ഒരു വെളിച്ച കണ്ടു. അതാരും കണ്ടിട്ടില്ല, അയിമ മാത്രം കണ്ടത്. അപ്പൊ അയിമ അത്ര തുറന്നു നോക്കുമ്പോൾ അയിമ മാത്രം തുറന്നു നോക്കുമ്പോൾ ഒരു കിടാവ്. ഈ കിടാവ് എന്താക്കി വന്നിട്ട് മുമ്പ് പേർക്ക് ചുമ്പിട്ടുണ്ട്. അള്ളാഹു അങ്ങനെയൊക്കെ റിസ്ക് കൊടുത്തത്. അപ്പോ ഈ മൂസാ നബി അലൈഹി സ്വലാം, അതായത് ഈ പിതാവ് ഒരു മൂത്തിങ്ങളുള്ള കല്ലിട്ടായിട്ട് ഇട്ടത്, ഈ കൊലക്കിട്ടത് അത്രത്തോളം കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തത്. അപ്പൊ പിന്നെ ഈ കിടാവിടെ ഇങ്ങനെ കണ്ടിട്ടാകുമ്പോ കിടാവിടെ മുഖത്തിൽ എന്തോ പ്രകാശമോ വെളിച്ചം കണ്ടിട്ടാകും ഒക്കെ ഇങ്ങനെ മഴപ്പത്ത് വന്നത്. അപ്പൊ ഈ മോനെന്താക്കിയാല് വേഗം എന്താ കിടാവിടെ തുണീരെടുത്തിട്ട് തോത്തിട്ടാകുമ്പോഴത്തേക്കും ഈ കിടാവിടെ മോലെടുത്തിട്ട് നെഞ്ഞിക്ക് കൂട്ടി പിടിച്ചാൽ എല്ലാം ആയിട്ടാകുമ്പോഴത്തേക്കും ഈ കിടാവുടേതായ ഈ മോനെ രോഗശിപ്പായി, ഈ വെള്ളം പാടിച്ചുകൊണ്ട് രോഗശിപ്പായിട്ടാകുമ്പോൾ ഫിറഔൻ ഒട്ടുകുന്ന ആൾമാർ ചെന്നത്, നിങ്ങളെ അധികാരത്തെ ഇല്ലാണ്ടാക്കുന്ന ഒരു കിടാവ് ഈ വർഷം ജനിക്കുക കൊണ്ടുണ്ടല്ലേ, അത് ഈ കിടാവായിട്ട് തോന്നിയാവോ, നമ്മൾ കൊല്ലുവാണ്. അപ്പോ നിങ്ങളെ പേടിച്ചിട്ടായിട്ട് ഇത് കിട്ടത്. അപ്പൊ ആസ്യാവീക്ഷത്തെ അതേതാ വേറെതായത് വന്ന് കിടാവായിട്ട് കഴിയോ, ഞങ്ങൾക്കും മോനില്ലല്ലേ, നക്ക് കിടാവില്ലല്ലേ, ആസ്യാവീക്ഷത്തില്ല. അപ്പൊ ഈ കിടാവിനെ നമുക്ക് വളർത്താൻ ചെന്നിട്ട് അപ്പൊ സമ്മതിച്ച. അപ്പൊ നിക്കങ്ങനെ അങ്ങോട്ട് വേണ്ട, നിക്ക് വേണമെങ്കിൽ കേട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചൊല്ല് മറിയം ആസിയ ബീവി ചൊന്നതെന്തേ, അത് ഖുർആനിൽ ഇൻഷാഅല്ലാഹ് ആയത്ത് തന്നെ വിശദീകരിക്കൊണ്ട് ഇപ്പൊ അതിൽ പറഞ്ഞു. ഖുർറത്തു ഐനിൻ ലി വലക്, നക്കിടാവിടെ വളർത്തുക, നിങ്ങൾക്കും ഞങ്ങൾക്കൊരു കൺകുളിർമയാവുന്നുണ്ട്. അപ്പൊ അവർക്ക് നിക്ക് വേണമെങ്കിൽ കേട്ട് നമുക്ക് വേണ്ട. ഒരുവേള അവൻ ആ സമയത്ത് നക്കും കൂടി അള്ളാഹു കൺകുളിർമയാക്കിയിട്ടുള്ള ഒരു ഭർത്താവിന്റെ വായിൽ നിന്ന് വന്നതിനേക്ക് അള്ളാഹുവിന്റെ ഹിദായത്തിലാക്കാൻ വല്ലതേ ലൗ അഖറ ഫിറഔൻ അൻ യകൂന ഖുറത ഐനൻ ലഹു കമാ അഖറത് ലഹദാഹു അല്ലാഹു തആല കമാ ഹദാ. ആസിയ ബീവി മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ച് വലിയ സ്ഥാനത്ത് എത്തിയത്. അപ്പൊ ആസിയ നബിക്ക് ഹിദായത്ത് ആസിയ ബീവിക്ക് ഹിദായത്ത് കിട്ടിയതുപോലെ ഓണക്കും ഹിദായത്ത് കിട്ടാത്തത്. പക്ഷെ ഓൺ അങ്ങനെ ചൊല്ലാത്തത് കൊണ്ടായിരിക്കും ഓർക്ക് ഹിദായത്ത് കിട്ടാത്തത്. അപ്പൊ ആ സംഭവമായിട്ട് അങ്ങനെ ആയിട്ട് ആസിയ ബീവി എന്താക്കല്, ഈ കിടാവിടെ വളർത്തുക അനുമതിക്കടെ, പിതാവിന് അനുമതി കൊടുക്കട. അങ്ങനെ എങ്ങനെ പേര് വെക്കടെ, പേരങ്ങനെ വെക്കേണ്ട കണ്ണിലും പെട്ടിയിലും മറത്തിലും പെട്ടിയിലും കിട്ടിയതല്ലേ. അപ്പൊ ഈ പെട്ടി വന്ന് ഒലുങ്ങിയിട്ടായിട്ട് എന്താക്കിയത്, മറത്തിൽ കിട്ടിയത്. അപ്പൊ തണ്ണി കണ്ട മൂണ്ടായിട്ട് കിട്ടുന്നതിന് മറത്തിൽ ഷാണ്ടായിട്ട് കിട്ടുന്നതിന് അതായിട്ട് മൂസ എന്ന് പേര് വെച്ചത്. അങ്ങനെ ഭാഷയിലാണ് മൂസ എന്നതിന് ഞങ്ങൾ മൂസ എന്നായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ ആയിട്ട് അങ്ങനെ പേര് വന്നത് എന്ന് ചരിത്രത്തിലൊക്കെ കാണാം, തഫ്സീറുകളിൽ വിശദീകരിച്ചതായിട്ട് കാണാം. അപ്പൊ ആ സംഭവമായിട്ട് ഇതിന്റെ ആയത്തിൽ ഞങ്ങൾ വിവരിക്കുന്നുണ്ട്. ആ 7-ാമത്തെ ആയത്ത് وأوحينا إلى أم موسى أن أرضعيه فإذا خفت عليه فألقيه في اليم ولا تخافي ولا تحزني إنا رادوه إليك وجاعلوه من المرسلين. മൂസാ നബി അലൈഹി സ്വലാമയുടെ ഉമ്മയുടെ കൽബ് വന്ന് തോന്നിപ്പിച്ചു കൊടുത്തത്. ഇവിടെ ഞങ്ങൾ വഹിയിറക്കിയിട്ടാണ്. വഹിയിറക്കി എന്നതിനെ വിശദീകരണമായിട്ട് പണ്ഡിതന്മാർ ചെന്നത്, വഹിയിറക്കി എന്നുള്ളത് അള്ളാഹു തആല കൽബ് തോന്നിപ്പിച്ചു കൊടുത്തത് എന്നുള്ളത്. വഹി പണ്ടത് അമ്പിയാക്കന്മാർക്ക് മാത്രമേ, നബിമാർക്ക് മാത്രമേ വഹി വന്നിട്ടില്ല. വഹി കിട്ടിയങ്ങളൊക്കെ നബിമാറാണ്. പെണ്ണുങ്ങളിൽ നിന്ന് ഒരാളും നബിയായിട്ടില്ല. വലിയ സ്ഥാനത്ത് എത്തിയുള്ളത് മറിയം ബീവി വലിയ സ്ഥാനത്തെത്തിയത്, ആസിയ ബീവി വലിയ സ്ഥാനത്തെത്തിയത്, ഖദീജ ബീവി വലിയ സ്ഥാനത്തെത്തിയത്, അതുപോലെ ഫാത്തിമ ബീവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെമാർ ഇങ്ങനെ വലിയ സ്ഥാനത്ത് എത്തിയുള്ളത്. എന്നാൽ ലക്ഷക്കണക്കിൽ അമ്പിയാക്കന്മാർ വന്നത്
അതിലൊന്നും പെണ്ണുങ്ങളില്ല. ഇവിടെ വയ്യിറക്കി എന്നതിൽ വിശദീകരണം മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചത് അങ്ങനെ ആയിട്ട് കൽബുൽ അല്ലാഹ് തോന്നിപ്പിച്ചു കൊടുത്തതിന്റെ ആ കിടാവിന് നിങ്ങൾ മുല കൊടുക്കുക, പേടിക്കണം. അങ്ങനെ നിങ്ങൾ പേടിക്കാറുണ്ട് കണ്ടെങ്കിൽ നിങ്ങൾക്ക് കിടാവിടെ മേലെ ഗൊന്താവുള്ളൂ, അത് കൊല്ലുവാനുള്ള പേടി ഭയം ഉള്ളും കണ്ടെങ്കിൽ എന്താക്കും കൊലക്കിടോ പേടിക്കണ്ട, ദുഃഖിക്കുകയും വേണ്ട. എന്തെന്താവും എന്താവും പോണ്ടോ ഇതിൽ ടെൻഷൻ എനിക്ക് വേണം. ആ കിടാവിടെ നിങ്ങൾ തന്നെ മടക്കിത്തരണം. നിങ്ങൾ ആ കിടാവിടെ തന്നെ നിങ്ങൾക്ക് റസൂലാക്കിയിട്ട് തണ്ട, അള്ളാഹുടെ റസൂലാക്കണം. അപ്പൊ ഈ ആയത്തിൽ നിങ്ങൾ ഫസ്റ്റ് അള്ളാഹു കളിച്ചത് ഒന്ന് മല കൊടുക്കണം ചൊല്ലും, പേടിക്കണമെങ്കിൽ കൊല്ലലിടണം. രണ്ട് വിഷയത്തോടെ. മൂന്നാമത് പേടിക്കണ്ട, ബേജാറുമാവണ്ട. പിന്നെ ചൊല്ലെ രണ്ട് സന്തോഷം വളർത്താം. എങ്ങനെ ആ കിടാവിടെ നിങ്ങളെ കൈക്കേ മടക്കി തണ്ട. അപ്പൊ നിങ്ങൾ മലക്കിട്ടെ കിടാവ് നിങ്ങളെ കൈക്കേ വന്ന് പിന്നെ ഒരു സന്തോഷ വാർത്ത, പിന്നെ ഒരു സന്തോഷ വാർത്ത. ആ കിടാവിടെ ഞങ്ങൾ റസൂലാക്കുക. കിടാവിടെ റസൂൽ അള്ളാഹുടെ മുർസലീങ്ങളിൽ ഞങ്ങൾ. അപ്പൊ ഈ ആയത്തിൽ രണ്ട് കാര്യം കൊണ്ട് കൽപ്പിച്ചത് എന്തത് മല കൊടുക്കണോട്ടും പിന്നെ കൊലക്കിടണോട്ടും പേടിക്കലില്ല. രണ്ട് കാര്യത്തെ വിരോധിച്ച് എന്താ ബേജാറാവേണ്ട, ദുഃഖിക്കുകയും വേണ്ട. ആയ വിഷയത്തിൽ നിങ്ങൾ പേടിക്കാൻ, അതിന് ബറവുള്ള വിഷയത്തിൽ നിങ്ങൾക്ക് ബേജാറ് ടെൻഷൻ വേണം. ജണ്ടവിടുത്ത പിന്നെ രണ്ട് സന്തോഷ വാർത്ത. എന്തേ ആ കിടാവിടെ നിങ്ങളെ കൈക്കേ നടത്തണ്ട, നിങ്ങളെ കൈക്കൊണ്ടേ ആ കിടാവിടെ ഞങ്ങൾ വളർത്തറ, ആ കിടാവിടെ ഞങ്ങൾ റസൂലാക്കറ. ഇത്ര വിഷയത്തിൽ ഈ ആയത്തിൽ അല്ലാഹു തആല ചൊല്ലുന്നു. فالتقطه آل فرعون ليكون لهم عدوا وحسنا إن فرعون وهامان وجنودهما كانوا خاطئين. ഫിർഔന്റെ കൂട്ടർ അതിനെ പിറക്കിയെടുത്തത് തൊട്ടിലെ ഈ പെട്ടിലെ നൈൽ നദിയിൽ നിന്ന് പിറക്കിയെടുത്തത്. അല്ലാഹു തആല ചൊല്ലുന്നു ലിയകൂന ലഹും അദുവ്വൻ വഹസന. ഈ പിറക്കിയെടുത്ത കിടാവിടെ അങ്ങനെ അത് ശത്രുവും അങ്ങനെ പിന്നെ ബേജാറുമായിട്ടുള്ളത് അതായിട്ട് അല്ലെ ഈ കിടാവിടെ എടുത്തത്. ഈ കിടാവിടെ ഫലത്തിൽ ഉണ്ടാകുമ്പോൾ ലാസ്റ്റ് അവസ്ഥയിലായിട്ട് ബേജാറും നമുക്ക് ശത്രുവായിട്ട് മൂസാ നബി അലൈഹിസ്സലാം. ഇതിൽ ചൊല്ലതാ ഇന്ന ഫിർഔന വഹാമാന വജുനൂദുഹുമാ കാനൂ ഖാതിഈൻ. ഫിർഔൻ അതുപോലെ ഓന്റെ മന്ത്രി ഹാമാൻ, ഓന്റെ പോലീസുകാർ, ഓന്റെ ആൾമാരൊക്കെ അങ്ങനെ ഈ വിഷയത്തിൽ എന്ത് തപ്പ് സംഭവിച്ചത് അങ്ങനെ ಗೊತ್ತಾയില്ല. അങ്ങനെ ഈ കിടാവിടെ വളർത്തുന്നത്, ഈ കിടാവിടെ അങ്ങനെ എടുക്കുന്നത്, ഈ കിടാവ് ഇങ്ങനെ അധികാരത്തെ എടുപ്പാണ്ട ആള് എന്ന് അങ്ങനെ മനസ്സിലാക്കുകയില്ല. അങ്ങനെ അബദ്ധം സംഭവിച്ചത്. وقالت امرأة فرعون قرة عين لي ولك لا تقتلوا عسى أن ينفعنا أو نتخذه ولدا وهم لا يشعرون. ആസിയ ബീവി ചെന്ന് നമുക്ക് കൺകുളിർന്ന, നിങ്ങൾക്കും കൺകുളിർന്ന ആ കിടാവിടെ നിങ്ങൾ കൊല്ലണ്ട, ഞങ്ങൾക്ക് ഉപകാരിക്കുമയ്യാവും, ഞങ്ങൾക്ക് ആൺമക്ക ഇല്ലല്ലേ, മാത്രമല്ല ഞങ്ങൾക്ക് അവിടെ കിടാവിടെ വളർത്താം എന്നിട്ട് അങ്കത് ലാവേശ്വരൻ ഈ വിഷയത്തിൽ എന്തോ അറിവില്ല, ഗുന്തയില്ല. എന്തായാലും അങ്ങ് പഠിച്ചത് കിടാവിടെ എടുത്തിട്ടാണ് വളർത്തിയത്, ബലിയാക്കിയത്. അപ്പൊ ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ ചൊല്ലത് എന്തിനെ കൊല്ലുടെ വേണ്ട, ഞങ്ങൾക്ക് ഇക്കട്ട്, ഞങ്ങൾക്ക് വളർത്താം, ഞങ്ങൾക്ക് ആൺമക്കളില്ലല്ലേ, ഞങ്ങൾക്ക് ഉപകാരപ്പെടൂ, ഞങ്ങൾ മോനായി സ്വീകരിച്ചോളാം. അങ്ങനെ എന്താക്കിയത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ആ കിടാവിടെ ഫിർഔന്റെ പിന്നെ ആസിയ ബീവി റളിയല്ലാഹു അൻഹയോട് കൊണ്ടുവന്നു.
അങ്ങനെ ആക്കിയിട്ട് അവിടെ ഫിറഔന്റെ കൊട്ടാരത്ത് കൊണ്ടുപോകേണ്ടത് അവിടെ വെച്ച് വളർത്തുക. ഇനി ഉമ്മയുടെ എത്ര സംഭവം ഇൻഷാ അല്ലാഹ് അടുത്ത ഞങ്ങളുടെ ക്ലാസ്സിൽ അത് നമുക്ക് വിശദീകരിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഒലിമ്പത് ആയത്ത് വിശദീകരിച്ചിട്ട് അതിന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അത് കൊടുക്കാം. ഉമ്മ എങ്ങനെ ഉമ്മയുടെ കൈക്ക് എങ്ങനെ ഈ കിടാവ് കിട്ടുക എന്നുള്ളത് അല്ലെ. ഇതിൽ ചൊന്ന മൂസാ നബി അലൈഹി സ്വലാം ഉമ്മക്ക് അള്ളാഹു സന്തോഷപ്പെടുത്തുന്നത് കിടാവ് നിങ്ങളെ കഴിക്കാനാണ് കണ്ടാണ്. അപ്പൊ ഈ കിടാവ് എങ്ങനെ ഉമ്മയുടെ കൈക്കെത്തി എങ്ങനെ കൈക്കെത്തി ആ സംഭവം തുടർന്ന് ബാക്കിയുള്ള ഇന്നത്തെ ക്ലാസ്സിൽ വിശദീകരിക്കാം. പരിശുദ്ധ റമദാനിലായിട്ടാണ് നമ്മളുള്ളത്. അള്ളാഹു നല്ല നോമ്പും നിസ്കാരവും ഇബാദത്തുകൾക്ക് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മൾക്ക് അള്ളാഹു സ്വാലിഹീങ്ങളിൽ കൊടുത്തട്ടെ, സജ്ജനങ്ങളിൽ കൊടുത്തട്ടെ, നല്ല ഈമാനുള്ള ആൾമാരിൽ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ദുആവസിയത്തോടു കൂടെ ക്ലാസ് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. നാല് ചാനൽ സബ്സ്ക്രൈബ് ആക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.